വിത്തിൻ 24 അവർ ഫാത്തിമ സാൻ ഇപ്പോൾ നമ്മൾ ഒപ്റ്റം ചെന്നൈയിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. സാന ഇന്റർവ്യൂവിന് എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ഇന്റർവ്യൂവിൽ നമുക്ക് 3 റൗണ്ട് ഉണ്ടായിരുന്നു. ആദ്യത്തേത് നമുക്കൊരു ടെസ്റ്റ് ആണ് തന്നത്. നമുക്ക് കുറച്ച് അനാട്ടമി ആൻഡ് ICD ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് സിമ്പിൾ ആയിരുന്നു. നമുക്ക് ഓൾറെഡി കിട്ടിയ ട്രെയിനിങ് പോലെ നമുക്ക് സിമ്പിൾ. പിന്നെ അതിനുശേഷം ടെക്നിക്കൽ റൗണ്ട് ഉണ്ടായിരുന്നു. നോളജ് കുറച്ചും കൂടി അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അനാട്ടമി ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ കുറച്ച് ഗൈഡ് ലൈൻസ് നമുക്ക് ക്ലിയർ ആണോ എന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, അതിന് കുറച്ച് സെനേരിയോസ് തന്നിട്ട് ആ സെനേരിയോസിൽ എങ്ങനെ കോഡ് ചെയ്യേണ്ടതെന്നുള്ളതും ചോദിച്ച് മനസ്സിലാക്കും. ടെർമിനോളജീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ടെർമിനോളജീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് അധികം ഗൈഡ് ലൈൻസ് ആയിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. ഏതെങ്കിലും സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞോ? സിസ്റ്റം എക്സ്പ്ലനേഷനും അധികം ഉണ്ടായിട്ടില്ല. ഗൈഡ് ലൈൻസ് ആണ് മെയിൻ ആയിട്ട് ചോദിച്ചത്. 6 പാനലാണുള്ളത്. പല പാനലും പല രീതിയിലാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. CPC സർട്ടിഫൈഡ് ആയിട്ട് ഇന്റർവ്യൂ പ്രിപ്പറേഷന് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ബിക്കോസ് ഫ്രൈഡേ ആയിരുന്നു CPC എക്സാം എഴുതിയത്. പിന്നെ 1 ഡേ ഗ്യാപ്പിൽ ഇന്റർവ്യൂ വന്നു. പക്ഷെ അതിന് മുമ്പ് തന്നെ ഓൾറെഡി ട്രെയിനിങ് കിട്ടിയപ്പോൾ സാറാണെങ്കിലും അത്രയും നന്നായി പഠിപ്പിച്ചാൽ നമുക്ക് എല്ലാം മൈൻഡിൽ ഓൾറെഡി ക്ലിയർ ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യേണ്ട ആവശ്യം വന്നുള്ളൂ. അപ്പം ആ ഒരു ട്രെയിനിങ് പീരീഡിലുള്ള ഫോക്കസും ഒരു ടീച്ചിങ്ങിന് തന്ന സപ്പോർട്ടാണ് ഇപ്പം എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ ഇത്ര കോൺഫിഡൻസിൽ പ്രിപ്പയർ ചെയ്ത് വരാനുള്ള ഒരു ധൈര്യം കിട്ടിയത്. ഇത് ഫസ്റ്റത്തെ ഇന്റർവ്യൂ ആണ്. അപ്പോൾ അതിൽ തന്നെ കിട്ടിയതിൽ സന്തോഷമല്ലേ? അതെ, ഒരുപാട്.